താൻ ഏറ്റെടുത്ത എല്ലാ ദൗത്യവും ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്ന് വിവിധ മേഖലകളിലെ പ്രവർത്തനം കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ശക്തിയായ ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇക്കുറി പനച്ചിക്കാട് പഞ്ചായത്ത് 12-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി. 2005-2010 കാലയളവിൽ വിദ്യാർത്ഥിയായിരിക്കെ വാർഡിൽ മത്സരിച്ച് ജയിച്ച സരിത കൃഷ്ണ അന്നുമുതൽ ഇന്നുവരെയും വാർഡിലെ ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തി വരുന്നു. ആ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണയും ഓരോ വോട്ടറെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വാർഡിൽ 3-ാം ഘട്ട പ്രചരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി. പഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും പുതിയ ഭരണസമിതി വരണമെന്ന് സരിത പറയുന്നു. ഓരോ വാർഡിന്റെയും വികസനത്തിന് സർക്കാർ അനുവദിച്ച ലക്ഷക്കണക്കിന് രൂപ ലാപ്സാക്കി കളഞ്ഞ ഭരണസമിതിയാണ് നിലവിലുണ്ടായിരുന്നതെന്നും ഇവർ പറയുന്നു. ഇവിടെ പല റോഡുകളും തകർന്ന അവസ്ഥയിലാണ്. പല പദ്ധതികളും പാതി വഴിയിൽ നിലച്ച അവസ്ഥയിലാണ്. സംസ്ഥാന സർക്കാർ നേരിട്ട് നൽകിയ ഫണ്ടുകൾ പോലും പലതും വിനിയോഗിക്കാതെ ലാപ്സാക്കി കളയുന്ന ഒരു സമീപനമാണ് ഇവിടെ വാർഡുകളിൽ നടക്കുന്നത്. ഏതാണ്ട് ഒരു വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച 50 ലക്ഷം രൂപ വീതമുള്ള കോടിക്കണക്കിന് രൂപ, പഞ്ചായത്തിന്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ കോടിക്കണക്കിന് രൂപ അടക്കം പാഴാക്കി കളഞ്ഞ ഒരു ഭരണസമിതി. പഞ്ചായത്തിലെ അംഗനവാടികളിലെ നിയമനങ്ങളിൽ പോലും സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന ഒരവസ്ഥ. ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ ഒരു മാറ്റമാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വീണ്ടും വരാനുള്ള ഒരു അവസരം ജനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനായി ഞങ്ങൾ ഓരോരുത്തരെയും നേരിൽ കാണുകയാണ്. നിലവിൽ പനച്ചിക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം, ജനയുഗം പത്രം കോട്ടയം ബ്യൂറോ ചീഫ് എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.